നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികൾ പലർക്കും അനുഭവിക്കേണ്ടതായി വരാം. എന്നാൽ അതൊരിക്കലും സ്ഥിരമല്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരത്തിൽ പ്രതിസന്ധികൾ, വിഷമതകൾ ഉണ്ടായാൽ പോലും അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, നമ്മുടെ ജീവിതത്തിലും ഒരു നല്ല സമയം വരും എന്നൊരു പ്രത്യാശ തന്നെയാണ്. ആ പ്രതീക്ഷ ഏതൊരു വ്യക്തിയെയും ഉയർത്തുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വിഷമതകളുണ്ട് എങ്കിലും മനസ്സിനെ ശാന്തമാകുന്ന, സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിക്കുന്നില്ല. എന്നാൽ ചില സമയങ്ങളിൽ അത് കൃത്യമായി കടന്ന് വരികയും ചെയ്യും. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കണം എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതവണ ശ്രമങ്ങൾ നടത്തേണ്ടതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഈ വീഡിയോവുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ പോകുന്നത് പ്രയോജനകരമായ ചില അഭിപ്രായങ്ങളോ സന്ദേശങ്ങളോ ആകാം. അപ്പോൾ തൊടുകുറി ഗണിതപ്രകാരം ആ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. നിങ്ങളെ വിടാതെ പിന്തുടരുന്ന ആ വിഷമതകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതായ ആ കാര്യങ്ങൾ, അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കാം. അതിൽ ആദ്യത്തേതായ നമ്പർ 101 എങ്കിൽ രണ്ടാമത്തേതായ നമ്പർ 201. ഈ 2 നമ്പറുകളിൽ ഒന്ന്, നിങ്ങൾ ഇത്തരത്തിൽ മനസ്സിനെ അലട്ടുന്നതായ ആ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ മനസ്സിൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് പ്രാർത്ഥിച്ച് ആ ദുഃഖങ്ങൾ ഒഴിയണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ തൊടുകുറിയിൽ പ്രതിഫലിക്കുന്നതാണ്. അപ്പോൾ ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ആ വിഷമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന ചെയ്യുക. അപ്പോൾ ഏവരും പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി കണ്ണുകൾ തുറന്ന് ഈ 2 സംഖ്യകൾ മാറി മാറി നോക്കുക. ഒരു 10 സെക്കൻഡെങ്കിലും നിങ്ങൾ ഇപ്രകാരം മാറി മാറി നോക്കുക. ഈ സമയം ഈ 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ നോക്കുന്നതായ അവസരത്തിൽ ഏത് സംഖ്യയാണോ നിങ്ങൾക്ക് കൂടുതലായി താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിച്ചിട്ടുള്ളത്, ആ സംഖ്യ നിങ്ങൾ ഇഷ്ടസംഖ്യയായി തിരഞ്ഞെടുക്കണം. തീർച്ചയായും അത്തരത്തിൽ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ തന്നെ കൃത്യതയോടെ വന്നു ചേരും. ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറി മാറി നോക്കാവുന്നതുമാണ്. അപ്പോൾ ഒരു ചിത്രം അഥവാ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. അപ്പോൾ ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം, അല്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിച്ച ആ ദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ. ഈ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന സമയം നിങ്ങൾ എഴുതുന്ന പ്രാർത്ഥനയാണ് എങ്കിലും നാമമാണ് എങ്കിലും അത് നിങ്ങൾക്ക് ഭാവിയിൽ ശുഭമായി തീരും. പലർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് കമന്റായി കണ്ടു. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ആദ്യത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്.
അപ്പോൾ ഒന്നാമത്തെ സംഖ്യ 101 തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ഒരു ആകുലതയുണ്ട്. പ്രധാനമായും അനുഭവിച്ചു പോരുന്ന ആ പ്രശ്നങ്ങൾ, അത് കഷ്ടപ്പാടുകൾ തന്നെയാണ്. അത് ഒഴിഞ്ഞു പോകുമോ എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ഒരു പരിഹാരമെങ്കിലും നൽകണം എന്നൊരു പ്രാർത്ഥന നിങ്ങൾക്കുള്ളതായി കാണുവാൻ സാധിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് നിരാശ പലപ്പോഴും പല കാര്യങ്ങളിലും തോന്നിയിട്ടുണ്ട് എങ്കിലും ഈ സമയം പല കാര്യങ്ങളിലും ആ നിരാശ മാറ്റിവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ശത്രുക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് പല വിധത്തിലും ദേഷ്യമുള്ളതായി കാണുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ശത്രുദോഷം നിഴലിച്ച് നിൽക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രവർത്തിക്കണം എന്ന് അതിയായി ആഗ്രഹമുണ്ട്. അത്തരത്തിൽ പല കാര്യങ്ങളുമുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ധൈര്യം ചോർന്നു പോകുന്നതായ സാഹചര്യം, ചെയ്യണം എന്ന ചിന്തയോടെ മുന്നോട്ട് പോയാലും ആവശ്യമുള്ള ധൈര്യമോ ആത്മവിശ്വാസമോ നിങ്ങൾക്കില്ല എന്നൊരു ചിന്ത പോലും നിങ്ങൾക്കുണ്ട്. അതെല്ലാം എന്നിൽ നിന്നും നഷ്ടമായിരിക്കുന്നു എന്നൊരു തോന്നലാണ്. പല കാര്യങ്ങളിലും പിന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും വ്യക്തികൾ എന്നെ അംഗീകരിക്കുമോ, ഞാൻ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ തെറ്റുണ്ടോ, ഇത്തരത്തിൽ പലവിധ ചിന്തകളുണ്ട്. അത് പുറമെ പ്രകടിപ്പിക്കുന്നില്ല എങ്കിലും മനസ്സിൽ അത്തരം ചില ചിന്തകളുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളെ പ്രശ്നങ്ങൾ വലിഞ്ഞു മുറുകിയിരിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതൊരു ശുദ്ധ അസംബന്ധമായ ഒരു കാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം. ജയിക്കണം എന്നൊരു കാര്യത്തിന് പ്രാധാന്യം ഇവിടെ നൽകേണ്ടതാണ്. ശത്രുവിനെ ജയിക്കുകയാണ് എങ്കിൽ അതോടെ ശത്രുദോഷത്തിന് ഒരു ശമനം നിങ്ങൾക്ക് ലഭിക്കും. ലളിതമായി പറയുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വിജയത്തിന് പ്രാധാന്യം നൽകേണ്ടതാണ്. നിങ്ങൾ ആത്മധൈര്യം വീണ്ടെടുക്കണം. മനസമാധാനം നിങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഈ സമയം നിങ്ങൾ ഉടനെ ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട് എങ്കിൽ അതേക്കുറിച്ച് ചിന്തിച്ച് ആ കാര്യങ്ങൾക്ക് ഇപ്പോൾ പ്രാധാന്യം നൽകേണ്ടതായി കാണുന്നു. അത് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളിലേക്കോ മറ്റ് അനുകൂല സാഹചര്യങ്ങളിലേക്കോ നയിക്കും. നിങ്ങളെ തലവര തന്നെ മാറുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നു, നേട്ടമില്ല എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് എങ്കിൽ ഗുണമായി തീരുമോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായ സമയം ആഗതമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യുവാൻ, അതിനെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ചില കാര്യങ്ങളിൽ ആലോചിക്കാതെ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് മൂലം ചില പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ധൈര്യം കടന്നു വരണം എന്നൊരു ആഗ്രഹമുണ്ട്. ഈ സമയം തീർച്ചയായും പല പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും സൈലന്റായി നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പണ്ട് പല അവസരങ്ങളിലും ഇത്തരം കാര്യങ്ങളെ തന്റെ ഇടം കൊണ്ട് അല്ലെങ്കിൽ ധൈര്യം കൊണ്ട് മറികടന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നഷ്ടം വരുത്തും എന്നുള്ളതാണ്. ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും സത്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. മറ്റുള്ളവർ പറയുന്നതായ കാര്യങ്ങൾ സത്യമാണോ എന്ന് മനസ്സിലാക്കി മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ. പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും അതുവഴി നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ ഇത്തരം വളരെയധികം അബദ്ധങ്ങൾ പ്രവർത്തിച്ചത് മൂലം
നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരാനുഗ്രഹത്താൽ രക്ഷ ലഭിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങൾ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി കുടുംബദേവതയാണ് എങ്കിലും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് ഈ സമയം നഷ്ടമായിട്ടുള്ളത് എന്നതാണ് വാസ്തവം. ധനനഷ്ടങ്ങൾ എത്രയാണ് എന്ന് പറയുവാൻ പോലും സാധിക്കില്ല. പല വിധത്തിലും ധനനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അനുയോജ്യമായ സമയം അത്തരം ചില കാര്യങ്ങൾ അനുകൂലമാവുകയും അതിനാൽ തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ഒന്നിനും സമയം വൈകിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആത്മവിശ്വാസമാണ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. ഒരു തവണയോ 2 തവണയോ പരാജയപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് അതിൽ ജയിക്കണം. അതിൽ മറ്റുള്ള ആരാണോ എതിർപക്ഷത്ത് നിൽക്കുന്നത് അവരെ തോൽപ്പിക്കണം എന്ന വാശി നിങ്ങൾക്കുണ്ടാകേണ്ടതാണ്. പക അല്ലെങ്കിൽ ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് എങ്കിലും അത് പുറമെ കാണിക്കാറില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ മറ്റുള്ളവർ ക്ഷമ പറയുകയാണ് എങ്കിൽ അതിന്റെ തീവ്രത കുറഞ്ഞ് ഇല്ലാതായി എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും നിങ്ങൾ നോക്കേണ്ടത് എടുത്തുചാട്ടം ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന വ്യക്തികളുണ്ട്. അവരെ തീർച്ചയായും പിഴുതെറിയുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് അനിവാര്യമാണോ എന്ന് ചിന്തിച്ച് അതിലൊരു തീരുമാനം എടുക്കേണ്ടതാണ്. കഷ്ടതകൾ തീരുകയും ജീവിതത്തിൽ രക്ഷയ്ക്കുള്ള ചില അവസരങ്ങൾ കടന്നു വരികയും ചെയ്യാം. അതിനാൽ ചുറ്റും നിങ്ങൾ വീക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ ആ മാറ്റം അത് തീർച്ചയായും നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പല വ്യക്തികളും നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അത്തരം സാഹചര്യത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ എത്ര തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചാലും അത് തിരിച്ചടികൾ തന്നെയായി മാറും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളെ തീർച്ചയായും പല വിധത്തിലും സങ്കടകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ സ്വഭാവം അത് നിങ്ങൾക്ക് തുണയായി മാറുന്ന സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളെ ചില വ്യക്തികൾ കൂടുതലായും താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ട്. അത് ക്രമേണ മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഈ സമയം പല കാര്യങ്ങളിലും മറ്റുള്ളവർ ഭാവി സുരക്ഷിതമാക്കിയപ്പോഴും നിങ്ങൾക്കതിനെ സാധിച്ചിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്കത് സാധിക്കും. ജീവിതത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. അതായത് വിശ്വാസത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. തീർച്ചയായും ചില വിജയങ്ങൾ ആഗതമാകുന്നു എന്നുള്ളതാണ്. വീണാലും ശരി അടിയുറച്ച് തന്നെ നിങ്ങൾ അതിൽ വിശ്വസിച്ച് നിൽക്കുക. ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് കരകയറുവാൻ സാധിക്കും എന്നുള്ളത് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ നമ്പറായ 201 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങൾക്ക് പുരോഗതിക്കുള്ള ഒരു അവസരം സിദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. പല കാര്യങ്ങളിലും സ്ഥിരത ഇല്ലാത്തതായ ഒരവസ്ഥയുണ്ട്. പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ ചിലരുടെ ഇടപെടലാൽ പല കാര്യങ്ങളും അവസാനിപ്പിക്കേണ്ടതായ സാഹചര്യമോ ഉണ്ടായിട്ടുള്ളവരാണ് നിങ്ങൾ. അത്തരത്തിൽ സ്ഥിരത ഒരു പ്രശ്നം തന്നെയാണ്. അത്തരം ഒരു കാര്യം അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയം നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില അനുകൂലമായ കാര്യങ്ങൾ ഭാഗ്യം അനുകൂലമാകുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ 3 മുതൽ 4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ പ്രകടമാകാം.
നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ സമയം നടന്നു കിട്ടാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങളിൽ നന്മയുണ്ട് എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി കൃത്യമായി മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ സംരക്ഷണവും നിങ്ങൾക്കുണ്ട്. അതിനാൽ നിങ്ങളിലേക്ക് ഒരു പുതിയ അവസരം അല്ലെങ്കിൽ ഭാഗ്യവാതിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം സംജാതമാകാൻ പോവുകയാണ് എന്ന കാര്യം ഓർക്കണം. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ സഹിക്കാൻ സാധിക്കാത്ത സെൻസിറ്റീവായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും പലർക്കും നിങ്ങളുടെ വേദനകൾ മറന്ന് ഒപ്പം നിന്നിട്ടുള്ളവരാണ് നിങ്ങൾ. പലപ്പോഴും ഇരുണ്ട വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും അവസാന നിമിഷം കൈവിട്ട് പോയതിൻ്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. പല അവസരങ്ങളും നിങ്ങളിൽ നിന്നും ഇപ്രകാരം വഴുതി പോയിട്ടുള്ളതായ സാഹചര്യമുണ്ട്. പലരെയും ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അവർ നിങ്ങളെ മനസ്സിലാക്കാതിരിക്കുകയോ ആ ബന്ധങ്ങൾ തകർച്ചയുടെ വക്കിലോ തകർന്നു പോയിട്ടുള്ളതായ സാഹചര്യമോ ഉണ്ട്. മറക്കാനാകാത്തതായ ഒരു സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ചിലപ്പോൾ ചില അവസരങ്ങളിൽ നിങ്ങളുടെ വാക്കിന് പോലും വില ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. നിങ്ങളുടെ വേദനകളോ വിഷമങ്ങളോ മറ്റുള്ളവർ അന്വേഷിക്കാത്തതായ അവസ്ഥ പോലുമുണ്ട്. ധനപരമായ ചിന്തകൾ ഇപ്പോൾ കൂടുതലായുണ്ട് എന്നത് വാസ്തവമാണ്. പണമില്ലാത്തതായ അവസ്ഥയോ പല കാര്യങ്ങൾക്കും തികയാത്തതായ അവസ്ഥയോ ഉണ്ട്. പല കാര്യങ്ങളിലും മനസ്സിൽ ഭാരം സൂക്ഷിച്ചതായ സാഹചര്യമുണ്ട്. ആരോടും പറയാതെ പല കാര്യങ്ങളും സഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഇനിയൊരു കാത്തിരിപ്പിന് അവസാനം സംഭവിക്കുകയാണ്. ഒരുപാട് നാളുകളായി നിങ്ങൾക്ക് മുൻപിൽ തുറക്കാത്തതായ ചില കാര്യങ്ങൾ വാതിലുകൾ തുറക്കുവാൻ പോകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് കണ്ണീരോടെ മടങ്ങേണ്ടി വന്നിട്ടുള്ളതായ കാര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാവുന്നതാണ്. പല വ്യക്തികളും നിങ്ങളുടെ വില, നിങ്ങളുടെ ആ ഒരു പിന്തുണ മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ളതായ ചില കാര്യങ്ങൾ നടക്കാം. സമാധാനം പോലുള്ള കാര്യങ്ങൾ ആർജിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഒന്നിലധികം ആഗ്രഹങ്ങളും 3 മുതൽ 4 മാസത്തിനുള്ളിൽ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾ കൂടുതൽ ശക്തരായി മാറുന്ന സാഹചര്യം വന്നു ചേരാം. മനസ്സിൽ ഭയം തോന്നിയാലും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മോചനം ലഭിക്കാം. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലെ ആ ഭാരം ഇറക്കി വയ്ക്കേണ്ടത് അനിവാര്യമാണ്. ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് തടസ്സമായി മാറിയതായ പല കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് ഗുണകരമായി തീരാം. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറി തുടങ്ങുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും മറ്റുള്ളവർ മനസ്സിലാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ ചിറകുകൾ വിരിക്കുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ അനുഗ്രഹം കടന്നു വരികയും അത് നിങ്ങളുടെ വാക്കുകളിൽ, കർമ്മങ്ങളിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പോലും പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഓർമ്മകൾ പലതും നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരാം. ഈ സമയം നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ പലരും കടന്നു വന്നു എന്ന് വരാം. പല തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങൾ തെറ്റായി പറഞ്ഞു പോയിട്ടുണ്ട്, പ്രവർത്തിച്ചു പോയിട്ടുണ്ട് എന്നതും നിങ്ങളുടെ മനസ്സിനെ ആകുലപ്പെടുത്തുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതായ ചില കാര്യങ്ങൾ കേട്ടിരിക്കുന്നതോ കണ്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ചില വിശ്വാസങ്ങൾ തകർന്നിരിക്കുന്നതായ സാഹചര്യമുണ്ട്. നല്ലതുപോലെ പെരുമാറിയിട്ടും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാത്തതിൻ്റെ വിഷമം നിങ്ങളുടെ വാക്കുകളിലോ പ്രവൃത്തിയിലോ മനസ്സിലോ പ്രതിഫലിക്കുന്നതായ സാഹചര്യമുണ്ട്. ആത്മാർത്ഥമായി നിന്നിട്ടും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ലഭിക്കാത്തതായ വിഷമം നിങ്ങൾക്കുണ്ട്.
അംഗീകാരങ്ങൾ, കഴിവിനൊത്ത അംഗീകാരങ്ങൾ ലഭിക്കാതിരിക്കുന്നതിന്റെ വിഷമം മനസ്സിലുണ്ട്. അവസാന നിമിഷം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ, കുടുംബം, ജോലി, തൊഴിൽ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അർഹതയുണ്ടായിട്ടും ലഭിക്കാതെ പോയതിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം നിങ്ങൾക്ക് വിലപ്പെട്ടതായ ഒരു സമയം വന്നു ചേരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് കൃത്യമായി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. അല്ലെങ്കിൽ അവരത് ആവശ്യവുമായി നിങ്ങളുടെ അടുത്ത് വരാം. പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ സഹായിക്കേണ്ടതായി വരാം. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് അംഗീകരിക്കപ്പെടേണ്ടതായ സാഹചര്യം വന്നു ചേരാം. ശക്തമായ മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരാം. സ്ഥാനക്കയറ്റം, ഉത്തരവാദിത്തം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പുതിയ ജോലി മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു അവസരം ലഭിക്കാം. ചെയ്യേണ്ടത് നിങ്ങളാണ്. മനസ്സിന് ഒരു സ്ഥിരത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പഠിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ആണ് എങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ പ്രയത്നങ്ങൾ ഫലം കാണുന്നതായ സാഹചര്യമുണ്ട്. ധനപരമായ സ്ഥിരത ലഭിക്കാവുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാം. ചില കടങ്ങൾ തീർക്കുവാനുള്ള അവസരങ്ങൾ, സമാധാനം, അത്തരം ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം കുറയുന്നതായ സാഹചര്യം വന്നു ചേരാം. ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേർന്നു എന്നൊരു ആശ്വാസമുണ്ട് എന്നത് വാസ്തവമാണ്. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് മുന്നോട്ട് പോകണം. സ്വാധീനം പല കാര്യങ്ങളിലും ചെലുത്തുവാനും അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യാം. ഒരിക്കലും നിങ്ങളെ വില കുറച്ച് കാണുവാനോ അത്തരത്തിലൊരു സംസാരം മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. എനിക്ക് കഴിയില്ല, ഭാഗ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഈശ്വരൻ എന്നെ കാണുന്നില്ലേ എന്നൊരു ചോദ്യം പലരോടും ചോദിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് മുൻപിൽ ഒരു വഴി തുറന്നു നൽകും എന്നുള്ളതാണ്. ശാന്തമായി ഇരിക്കുക. തീർച്ചയായും അല്പസമയം കാത്തിരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സമയം അല്ലെങ്കിൽ സ്ഥിരത കടന്ന് വരിക തന്നെ ചെയ്യും.